നമസ്കാരം. പീപ്പിൾസ് ഫ്രെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാഠപുസ്തക പരിഷ്കരണത്തിലൂടെ ചരിത്രം മാറ്റുന്നത് ആർക്കു വേണ്ടിയാണ്? ഇത് ആരെ ന്യായീകരിക്കാനാണ്? ഇത് വിദ്യാഭ്യാസമാണോ അതോ എഡിറ്റ് ചെയ്ത ഭൂതകാലമാണോ? ഗുജറാത്തിലെ പാഠപുസ്തകങ്ങളിൽ ഹിന്ദുത്വ ആശയങ്ങൾ തിരികെ കയറ്റുകയും ചരിത്ര സത്യങ്ങളെ വളച്ചൊടിച്ച് വിദ്യാലയങ്ങളെ ഹിന്ദുത്വ ലബോറട്ടറികളാക്കുകയുമാണ് ഇപ്പോൾ സംഘപരിവാർ ചെയ്തിരിക്കുന്നത്. പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ പേരിൽ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ NCERT നടപ്പിലാക്കുന്ന മാറ്റങ്ങൾ ഹിന്ദുത്വവൽക്കരണത്തിന്റെ ഭാഗമാണോ? അത് പുതിയ തലമുറയെ ഹിന്ദുത്വ ആശയങ്ങളുടെ പ്രചാരകരാക്കുകയാണോ? 7ാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠപുസ്തകങ്ങളിൽ നിന്നും മുഗൾ രാജവംശത്തിന്റെയും ഡൽഹി സുൽത്തനേറ്റിന്റെയും ചരിത്രം ഒഴിവാക്കിയത് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. പാഠപുസ്തകങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ: ബാബറി മസ്ജിദ് തകർക്കൽ 12ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്ന് നീക്കം ചെയ്തു. ഗോദ്ര സംഭവം ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഒഴിവാക്കി. മാപ്പിള ലഹള ഇതിലെ ചില ഘടകങ്ങൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു. മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ ചുരുക്കി. മഹാത്മാഗാന്ധി സംബന്ധിച്ചുള്ള കുറവുകൾ. അഹിംസ ആശയങ്ങൾ ബലഹീനമാകുന്നു എന്നതാണ് ഏറ്റവും ശക്തമായ വിമർശനം. ചരിത്രം മാറ്റുന്നത് പഠനമല്ല, അത്